ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ നല്ല ചൂട് സമയത്ത് അതേപോലെ മാമ്പഴത്തിൻ്റെ സീസണും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങ മിക്ക വീടുകളിലും കാണും അല്ലേ. അപ്പോൾ ഈ ചൂടിൻ്റെ ദാഹം മാറ്റാൻ വേണ്ടി നമ്മളെല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കും. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ജ്യൂസ് അടിച്ച് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിലേക്ക് വലിയ സംഭവങ്ങളൊന്നും അല്ല ചേർക്കുന്നത്, സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഞാൻ 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ. നമ്മുടെ പേരയ്ക്ക മാങ്ങയുടെ ആ ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു മാങ്ങയാണ്. ഇത് ഞാൻ ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇത് ഇതേപോലെ ചേർക്കാതെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇതിൻ്റെ കൂടെ അങ്ങ് അരഞ്ഞോളും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നാരങ്ങയുടെ നീര്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം തേനുണ്ടെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി തിക്കായിട്ടുള്ളത് വേണ്ടല്ലോ, ജ്യൂസ് ആകുമ്പം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണ്ടേ. അപ്പം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം മാങ്ങയുടെ ആ ടേസ്റ്റ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് അങ്ങ് പോവും. സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം അധികം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ അത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിപ്പയിലൂടെ കുറച്ച് വലിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിപ്പയുടെ കണ്ണിച്ച് വലുതായതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് അരിച്ചെടുക്കാൻ പറ്റും. മറ്റേ ചെറിയ കണ്ണി ആകുമ്പം കുറച്ച് അരിച്ച് എടുക്കാൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ നേടെ മൊത്തം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചത് കൊണ്ടാണ് നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു തരി പോലും ഇല്ലാതെ മൊത്തം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത ശേഷം മധുരം വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു ജ്യൂസിന്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് ജ്യൂസ് അടിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുത്തില്ല. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കസ്കസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ പ്ലെയിൻ ആയിട്ട് മാംഗോ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോവില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്